ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവാഞ്ചലിയോൻ മ്യൂസിക് പ്രോഗ്രാമിൻ്റെ 126 എപ്പിസോഡിലേക്ക് നാം വന്നു ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ഈ ശുശ്രൂഷയുടെ മേലുണ്ടായിരുന്നു. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി അനേക സഹോദരി സഹോദരന്മാർ പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ കാണുകയും കേൾക്കുകയും ചെയ്തു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് ഈ ശുശ്രൂഷ പ്രയോജനപ്രദമായി തീരുന്നു എന്നുള്ളതോർത്തും ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ 126 എപ്പിസോഡിലും വളരെ പ്രാർത്ഥനയോടെ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് കർത്താവിൽ പ്രസിദ്ധ സുവിശേഷനും ഗായകനുമായ സുവിശേഷൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര അവറുകളും തൻ്റെ മകൾ അക്സ
പകർന്നു, നവ്യമാം ഗാനങ്ങൾ നാവിൽ പകർന്നു. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. വരുവിൻ വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച യഹോവയെ. വരുവിൻ വണങ്ങി നമസ്കരിക്കാം നമ്മെ നിർമ്മിച്ച യഹോവയെ. നന്ദിയോടെ ആരാധിച്ചാർത്തിടാം, അവൻ മാത്രം ദൈവമെന്നറിയാം. നന്ദിയോടെ ആരാധിച്ചാർത്തിടാം, അവൻ മാത്രം ദൈവമെന്നറിയാം. അവൻ മാത്രം ദൈവമെന്നറിയാം. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. അവന്റെ വിശുദ്ധ നാമത്തെ എന്നെന്നും വാഴ്ത്തിടാം. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. കരുണയും കൃപയും നിറഞ്ഞവൻ, മഹാദയുള്ളവൻ. മനുഷ്യനെ ദൈവം ഒരു സാമൂഹ്യ ജീവിയായിട്ടാണ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഏതൊരു മനുഷ്യനും ഭവനത്തോടും സമൂഹത്തോടും അതുപോലെ തന്നെ അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലകൾ വിവിധങ്ങളാണ്. ഏതെല്ലാം നിലയിൽ എത്ര ശക്തിമാനാണെന്ന് ചിന്തിച്ചാലും ചില നിമിഷങ്ങളിൽ മനുഷ്യൻ ഏകാന്തതയും ഒറ്റപ്പെട്ട അനുഭവവും നിരാശയുടെ നീർച്ചുഴിയിൽ ഒരുപക്ഷെ ആത്മഹത്യയാണ് മുമ്പിൽ പോംവഴി എന്ന് ചിന്തിക്കുന്ന നാളുകളുണ്ട്. എത്രയോ വലിയ ഉന്നതമായ സ്ഥാനത്തിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ആ നിലയിലുള്ള ചിന്തകളും, എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, എന്നെ കരുതുവാൻ ആരുമില്ല, ഞാൻ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ മക്കൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, ഒരുപക്ഷെ അവരൊക്കെ അയൽക്കാർ ഒക്കെ അടുത്തടുത്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ ഏകനാണ് എന്നുള്ള ചിന്ത, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്നുള്ള ചിന്ത, എൻ്റെ കഷ്ടങ്ങളിൽ എന്നെ സ്വാന്തനപ്പെടുത്തുവാൻ, എൻ്റെ വേദനകളിൽ എനിക്ക് ആശ്വാസമായിരിക്കുവാൻ, എൻ്റെ വിശപ്പിൽ ഒരപ്പമായി തീരുവാൻ, എൻ്റെ ദാഹത്തിൽ എനിക്കൊരു ജീവജലമായി തീരുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന നാളുകൾ, ഏകാന്തതയുടെ അനുഭവങ്ങൾ, ഞാൻ ഈ ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയോ എന്ന് ചിന്തിക്കുന്ന ഓരോ വ്യക്തികളും ഈ ലോകത്തിലുണ്ട്. എന്നാൽ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നത്, ഞാൻ നിങ്ങളെ കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല, ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ചിലർ രഥങ്ങളിൽ ആശ്രയിക്കുമ്പോൾ, ചിലർ കുതിരകളിൽ ആശ്രയിക്കുമ്പോൾ, ചിലർ മനുഷ്യരിൽ ആശ്രയിക്കുമ്പോൾ, ചിലർ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുമ്പോൾ, ചിലർ സമ്പത്തിലും മറ്റ് സാഹചര്യങ്ങളിലൊക്കെ ആശ്രയിക്കുമ്പോൾ, നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് സങ്കേതമായി, നമുക്ക് കോട്ടയായി നമ്മുടെ വലിയവനായ ദൈവം കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. കാരിരുൾ മൂടുന്ന വേളകളിൽ കർത്താവ് നമുക്ക് വെളിച്ചമായി തീരുന്നു. ദുഃഖിക്കുന്ന വേളകളിൽ കർത്താവ് നമ്മുടെ ആശ്വാസമായി തീരുന്നു. ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്ത കർത്താവ് വഴിതെറ്റി അലയുന്ന വേളകളിൽ വഴിയായി തീരുന്നു. സത്യമേതെന്നറിയാതെ തപ്പിത്തടയുന്ന വേളകളിൽ ക്രിസ്തുനാഥൻ
സത്യമായി തീരുന്നു, ജീവനായി തീരുന്നു, വെളിച്ചമായി തീരുന്നു, നമുക്ക് പ്രകാശം പരത്തുന്നു. ഈ ആശയം വരുന്ന ഒരു ഗാനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രചയിതാവാണ് എം ഇ ചെറിയാൻ സാർ. എം ഇ ചെറിയാൻ സാർ എഴുതിയ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ എന്നുള്ള ഗാനം സുശേഷകൻ ഇട്ടിക്കൽ കുഞ്ഞുമോൻ സഹോദരൻ ദൈവനാമകത്വത്തിനായിട്ട് ആലപിക്കും. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരിരും പാണിയിൽ പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. കാരീരും പാണി പാടുള്ള പാണിയ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നെ, കാക്കുമെന്നെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.
മൂടേണ്ട താങ്ങുവാൻ താൻ മതിയാം, താൻ മതിയാം. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. ഇത്ര സൗഭാഗ്യം ഇക്ഷിതിയിൽ ഇല്ല മറ്റെങ്ങും നിശ്ചയമായി. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. തീരാത്ത സന്തോഷം ക്രിസ്തുവിലുണ്ടെന്ന തോരാത്ത കണ്ണീര് മണ്ണിലുള്ളൂ, മണ്ണിലുള്ളൂ. ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാലത്തിൻ്റെ സമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ദൈവമായിരുന്നവൻ മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചു. സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവരെ കൈക്കൊണ്ടില്ല. യേശുക്രിസ്തുവിൻ്റെ ജീവിതം, യേശുക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിൽ ഉള്ള പ്രവൃത്തികൾ, യേശുക്രിസ്തുവിലൂടെ ലോക ജനതയ്ക്ക് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ഒരുപക്ഷെ വിവരണാതീതമാണ്. യേശുക്രിസ്തുവിന് തുല്യം യേശുക്രിസ്തു മാത്രം. മറ്റാരെയും നമുക്ക് യേശുക്രിസ്തുവുമായിട്ട് ഒരു തുലനം ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. മാനദണ്ഡങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ ഒരിക്കൽ പോലും ആ മാനദണ്ഡങ്ങൾ കൊണ്ടൊന്നും ക്രിസ്തുവിനെ അളക്കുവാനായിട്ട് പരാജയപ്പെടുമ്പോൾ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായ കാട്ടത്തി മരത്തിന്റെ ഇടയിലെ നാരകമായ ഷാരോനിലെ പനിനീർ പുഷ്പമായ, അതുപോലെ തന്നെ ഈ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത, ഈ യേശുക്രിസ്തുവിന്റെ മഹത്വം പാടിയാലും പറഞ്ഞാലും എഴുതിയാലും തീരാവുന്നതിലും അപ്പുറമാണ്. അങ്ങേപ്പോലൻ ദൈവമേ ആരുള്ള ഈ ഭൂമിയിൽ ഒരുപക്ഷെ ഒന്നിനാലും തുലനം ചെയ്യാത്ത വ്യക്തിപ്രഭാവമായ, പാപമില്ലാത്ത പരിശുദ്ധനായ വിശുദ്ധ പ്രജയായിട്ട് ഈ ലോകത്തിലേക്ക് ജനിച്ച ആ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ വിളിച്ചറിയിക്കുന്ന, ഓർമ്മിപ്പിച്ചുണർത്തുന്ന, തുല്യം ചൊല്ലാൻ ആരുമില്ല എന്നുള്ള ആശയം വരുന്ന ആ ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പ്രിയ സഹോദരന്മാരത് ഗ്രൂപ്പായിട്ട് ഈ ഗാനം ആലപിക്കുന്നതാണ്. ദൈവനാമോഹത്തിനായി തീരുവാൻ ദൈവയുടെ
അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണം പ്രിയനേ. അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവവും. നിൻ വചനത്താൽ എന്നെ കഴുകേണമേ. നിന്റെ ഹിതം പോലെന്നെ നടത്തേണമേ. ശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കേണമേ. വിശ്വാസത്തിലെന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ നിർത്തിയിടേണമേ.
സർവവും. ആദിമ മനുഷ്യനായ ആദം ദമ്പതികൾ പാപം ചെയ്തതിൻ്റെ ഫലമായി മാനവരാശി മുഴുവനും പാപത്തിൻ്റെ അന്ധകാരത്തിൽ പിടിപെടുവാനായിട്ടിടയായി തീർന്നു. എന്ന് മാത്രമല്ല, പാപം അതിൻ്റെ അത്യുച്ഛ കോടിയിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ പാപമെന്നുള്ളത് പാപമല്ലാതെ മാറുകയും വ്യത്യസ്തങ്ങളായ പാപത്തിൽ അടിമപ്പെട്ട് മുമ്പോട്ട് പോകുന്നവരെ വലിയ സെലിബ്രിറ്റിയായി കാണുകയും അവർക്ക് പ്രത്യേക നിലയിലുള്ള അഭിമുഖങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കുകയും അതിന് അനേക കാഴ്ചക്കാരും കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിക്രമവും പാപവും വഷളത്വവും വളരെയധികം വർദ്ധിച്ച് ലോകം തന്നെ ഒരു വല്ലാത്ത അവസ്ഥാവിശേഷത്തിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. മനുഷ്യൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ഒരു പരിണിത ഫലമുണ്ട് എന്നും പാപത്തിന്റെ പരിഹാരത്താൽ മാത്രം പരിഹാരം വന്നെങ്കിൽ മാത്രമേ മനുഷ്യന് യഥാർത്ഥമായ ശാന്തിയും സമാധാനവും നിത്യജീവനും കൈവരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നിരുന്നാൽ തന്നെയും മനുഷ്യന് ശാശ്വതമായ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിനു വേണ്ടി ദൈവം തന്നെ മനുഷ്യന് ഒരുക്കിയ വലിയ ഒരു മാർഗമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് തന്നെ മനുഷ്യരുടെ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യരുടെ പാപങ്ങൾക്ക് ഒരു മറുവിലയായി തീരുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ചോദിക്കുന്നു, മനുഷ്യനെ വീണ്ടെടുക്കുവാനോ അവന്റെ വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയുകയില്ല. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി മനുഷ്യനെ വലിയ വീണ്ടെടുപ്പ് വില ദൈവം തന്നെ ക്രിസ്തുവിലൂടെ മനുഷ്യൻ കൊടുത്തു തീർക്കേണ്ട വലിയ വില കൊടുത്തു തീർത്തു. കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുകയുണ്ടായി, തിരുവായി മൊഴിയുകയുണ്ടായി. തന്റെ അവസാന വാക്കുകൾ ഇങ്ങനെയാണ്, ടെറ്റലസ്തായി, സകലവും നിവർത്തിയായി. മനുഷ്യർ പാപത്തിന്റെ വീണ്ടെടുപ്പ്, പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കൊടുക്കേണ്ടതെല്ലാം ക്രിസ്തു കാൽവറി ക്രൂശിൽ കൊടുത്തു തീർത്തു. ഇനി ഒന്നും തന്നെ അവശേഷിക്കാതെ ആ നിലയിൽ യേശു ക്രിസ്തു യാതൊന്നും ഇനി കൊടുക്കാത്ത നിലയിൽ ക്രിസ്തു എല്ലാം കൊടുത്തു. ചങ്കില് ചോര, തന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. കൈകാലുകൾ കാൽവറി ക്രൂശിൽ വിരിച്ച് തന്റെ അവസാനത്തുള്ള രക്തം വരെയും ആണികളാൽ ഏറ്റു നമുക്ക് വേണ്ടി മരിച്ചു. അവന്റെ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹാപ്രദർശനമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നീണ്ട അന്ധകാരത്തിന്റെ നിമിഷങ്ങളിൽ ദൈവകോപം ക്രിസ്തുവിന്റെ മേളിലേക്ക് ചൊരിയപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. പ്രകൃതി ശക്തികൾക്കോ സൃഷ്ടിക്കോ സൃഷ്ടിജാലങ്ങൾക്കോ ഒന്നും തന്നെ
കണ്ടു നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ക്രിസ്തു ആ നിലയിൽ കഷ്ടത അനുഭവിച്ചു. ഞാൻ സഹിക്കേണ്ട ആ നരക ശിക്ഷ, ഞാൻ വഹിക്കേണ്ട വലിയ നരക ശിക്ഷ, ഗൾഫിൽ പ്രത്യേക ഒരു കേസിൽ പിടിക്കപ്പെട്ട് കാരാഗൃഹത്തിൽ ഒരുപക്ഷെ മരണത്തെ മാത്രം മുഖാമുഖം കണ്ടുകൊണ്ട് കാത്ത ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് റഹീം എന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു വീണ്ടെടുപ്പ് വില ലോകം മുഴുവനും ഒന്നു ചേർന്ന് ആ ബ്ലഡ് മണി കൊടുത്ത് വീണ്ടെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. എന്നാൽ നമ്മെ നിത്യമായ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ, നിത്യമായ ആ ശിക്ഷാവധിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ക്രിസ്തുനാഥൻ നമുക്ക് വേണ്ടി ഒരു പാപപരിഹാര ബലിയായി തീർന്നു. തൻ്റെ ജീവനെ നമുക്ക് മറുവിലയായി തന്ന്, തൻ്റെ ജീവനെ ആധാരമായിരിക്കുന്ന രക്തത്തെ നമുക്ക് മറുവിലയായി തന്ന് നമ്മെ വീണ്ടെടുത്ത ആ സ്നേഹത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ക്രൂശിൽ മരിച്ചവനെ, എൻ്റെ പാപമകറ്റിയോനെ എന്നുള്ള ആശയം വരുന്ന ഗാനം ഇപ്പോൾ സുശേഷകൻ സന്തോഷ് മാത്യു ദൈവനാമകത്വത്തിനായിട്ട് ആലപിക്കുന്നതാണ്. മരിച്ചവനേ, എൻ്റെ പാപമകറ്റിയോനേ, ക്രൂശിൽ മരിച്ചവനേ, എൻ്റെ പാപമകറ്റിയോനേ, ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടും നീ. തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടും നീ. ക്രൂശിൽ മരിച്ചവനേ, വസിച്ചവൻ നീ, സർവസൃഷ്ടിയിൻ നാഥനും നീ. സ്വർഗ്ഗേ വസിച്ചവൻ നീ, സർവസൃഷ്ടിയിൻ നാഥനും നീ. മർത്യനായി പാലിൽ വന്നു എത്രയതിശയമേ. പാലിൽ വന്നു എത്രയതിശയമേ. ക്രൂശിൽ മരിച്ചവനേ,
വസിപ്പതും എത്ര മനോഹരമേ. നിത്യകാലം നിന്റെ കൂടെ വസിപ്പതും എത്ര മനോഹരമേ. ക്രൂശിൽ മരിച്ചവനേ, എന്റെ പാപമാകറ്റിയോനേ. ക്രൂശിൽ മരിച്ചവനേ, എന്റെ പാപമാകറ്റിയോനേ. ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടും. ജീവനും തന്നോ നീ സ്നേഹിച്ചതോർത്താൽ ആശ്ചര്യമേറിയിടും. ക്രൂശിൽ മരിച്ചവനേ. നാം വിവിധങ്ങളായ ആത്മീകമായ ശുശ്രൂഷകൾ ചെയ്യുന്നവരാണ്. പലപ്പോഴും നമ്മുടെ ആത്മീക ശുശ്രൂഷകൾ കേവലം ഒരു സ്റ്റേജ് പെർഫോമൻസായി മാറുന്നുവോ എന്ന് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു. വളരെ ഭക്തനായ ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പ് കെ ആൻഡ്രൂസ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ഇങ്ങനെ ആത്മീകമായ ശുശ്രൂഷകളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ചിന്ത കടന്നു വരുവാനിടയായി തീർന്നു. എൻ്റെ സ്വയമാണോ, എൻ്റെ ജഡമാണോ, ഞാൻ എന്നെ തന്നെയാണോ ഉയർത്തുവാനായിട്ട് ശ്രമിക്കുന്നത്? ക്രിസ്തു വളരണം, ഞാനോ കുറയണം എന്നുള്ള ആ മനോഭാവം എൻ്റെ ജീവിതത്തിലുണ്ടോ? താൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ അദ്ദേഹം ആ പാട്ടിൻ്റെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ് കുറിക്കുവാനായിട്ടിടയായി തീർന്നത്: ഒന്നു മാത്രമാണ് എൻ്റെ ആശ, നിന്നെ പോലെ ആകണം. നമ്മെ സ്നേഹിച്ച ദൈവം, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം റോമാലേഖനം 8-ാം അധ്യായത്തിൽ മുൻനിർണയത്തെക്കുറിച്ചും അതുപോലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും അതുപോലെയുള്ള വലിയ വലിയ ആ വിഷയങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനോട് അനുരൂപരാക്കി തീർക്കുവാനായിട്ടാണ്, ദൈവനാമ മഹത്വത്തിനായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്. നിന്റെ ഹിതം എന്നിൽ നിറവേറണം, നിന്റെ ഭാവം, നിന്റെ രൂപം അതൊക്കെ എന്നിൽ ആകണം. കോട്ടയത്ത് ലോട്ടറി വിൽപ്പന നടത്തിയ ആ റോസമ്മ എന്ന് പറയുന്ന അന്ധയായ ഒരു സ്ത്രീ, ആ സ്ത്രീ ഉപജീവന മാർഗത്തിനായിട്ട് ലോട്ടറി ഇങ്ങനെ വിറ്റ് വിറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ആ സഹോദരിയുടെ ലോട്ടറി ടിക്കറ്റുകൾ മോഷണം പോകും. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ആരാണ് മോഷ്ടിക്കുന്നതെന്ന് ചിന്തിച്ച് അതിനെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഒരു പെൻ ക്യാമറ വെച്ച് ആ മോഷ്ടാവിനെ കണ്ടെത്തുവാനായിട്ടിടയായി. എന്നാൽ മോഷ്ടാവിനോട് യാതൊരു നിലയിലുള്ള ഒരു പ്രതികാര ചിന്തയിലേക്കോ ഒരു കേസിലേക്കോ ഒന്നും പോകാതെ ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു: ക്രിസ്തു ഞങ്ങളെ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ ക്ഷമിക്കുവാനും ക്രിസ്തുവിൻ്റെ ആ സ്വഭാവമാണ് എന്ന് പറയുകയുണ്ടായി. നമ്മുടെ ജീവിത ലക്ഷ്യം ആ ദൈവത്തിൻ്റെ മഹത്വമാകുവാൻ, ദൈവികമായ സ്വഭാവങ്ങൾ നമ്മിൽ വ്യാപരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സൗന്ദര്യം നമ്മുടെ സൗന്ദര്യമായി മാറുവാൻ, സ്വയം ഉയരുവാൻ, പേര് വളരുവാൻ, നമ്മുടെ ജഡം പാപ സ്വഭാവം ഉയരുമ്പോൾ കൊതിക്കുമ്പോൾ ക്രൂശോളം താഴുവാൻ ഞാനോ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയെന്ന് അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് പറയുവാൻ ദൈവടയാക്കട്ടെ. ഈ ആശയം വരുന്ന ഗാനം സഹോദരി അക്സ സന്തോഷ് ദൈവനാമത്തിനായിട്ട് ആലോചിക്കും.
ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ വലിയ നന്മകളെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് തന്നെ ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ കരുണയാണ്. പ്രത്യേകിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പലപ്പോഴും നാം ചിന്തിക്കുന്നത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ വലിയ സമ്പത്ത് കൊണ്ട്, അതുപോലെ തന്നെ എൻ്റെ വലിയ ബുദ്ധി കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് പോകുമ്പോൾ അത് ഞാൻ എന്നിൽ തന്നെ സ്വയപര്യാപ്തനാണ്, സംതൃപ്തനാണ് എന്നുള്ള ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറയുന്നതിനേക്കാൾ മറ്റു പലതിലേക്ക് നാം തിരിയുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് നന്ദി പറയുവാനായിട്ട് നാം തുടങ്ങിയാൽ നാവിത് പോരാ, നാളിത് പോരാ, നമ്മുടെ ആയുസ്സും ഒരിക്കലും മതി വരികയില്ല. അതിനേക്കാൾ അപ്പുറമായിട്ടാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നന്മകൾ ചെയ്യുന്നത്. സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മ ചെയ്തത് കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ജീവിതത്തിന്റെ പാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ഒരുപക്ഷെ നാം തകർന്നു പോകും, ആ ആഴത്തിൽ നിന്ന് ആഴത്തിലേക്ക് നാം പോകുമെന്ന് ചിന്തിച്ചപ്പോൾ നമ്മെ താങ്ങി നടത്തിയത് ദൈവത്തിന്റെ സ്നേഹമാണ്. നമ്മുടെ കാലുകളെ ഉറപ്പുള്ള പാറമേൽ നിർത്തി നമ്മെ സ്ഥിരമാക്കി തീർത്തത് ദൈവത്തിന്റെ വലിയ കരുതലാണ്. പാപിയായ നമ്മെ നേടുവാനായിട്ട് കാൽവറി ക്രൂശിൽ കർത്താവിന്റെ ജീവൻ നമുക്ക് നൽകി തന്നത് ഓർക്കുമ്പോൾ നമുക്ക് നന്ദി പറയാതിരിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നന്ദി പറയുവാനായിട്ട് കഴിയും. സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് നന്ദി പറയാം. ഈ ആശയം വരുന്ന ഗാനം ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇതുപോരാ എന്ന ഗാനം സുവിശേഷകൻ സന്തോഷ് ടി മാത്യു ദൈവനാമത്തിനായിട്ട് ആലപിക്കും. ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ, നാളിത് പോരാ, ആയുസ്സും ഇത് പോരാ.
നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാളിതു പോരാ, നാവിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ. പാപിയമെന്നെ നേടുവതേശു കാൽവറിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടതു എന്റെ കാണല്ലോ. മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എന്റെ കാണല്ലോ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓരോ ദിനമത് ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ, ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സും ഇത് പോരാ. ബൈബിൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തോടു കൂടിയാണ്. എന്നാൽ ബൈബിൾ അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തോടു കൂടിയാണ്. വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകമാണ്. മറഞ്ഞു നിൽക്കുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവരുവാൻ ദൈവം യോഹന്നാൻ അപ്പോസ്തലനാല് പത്മോസ് ദ്വീപിൽ വെച്ച് ഇപ്പോഴുള്ളതും സംഭവിച്ചതും ഭാവിയിൽ സംഭവിപ്പാനുള്ള കാര്യങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തമാണ് ആ നിലയിൽ ആ കഷ്ടതകളിലൂടെ, ഏകാന്തതയുടെ അനുഭവങ്ങളിലൂടെ, പത്മോസിന്റെ അനുഭവത്തിലൂടെ താൻ കടന്നുപോയത്. പ്രത്യേകിച്ച് 7 സഭകൾക്കുള്ള ദൂത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രാരംഭ അധ്യായങ്ങളിലൊക്കെ എഫെസോസ്, സ്മുർണ, പെർഗമോസ്, അതുപോലെ തന്നെ സർദീസ്, അങ്ങനെയുള്ള സഭകളെ കുറിച്ച് നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ സഭ എന്ന് പറയുമ്പോൾ ലവോദിക്യ സഭയാണ്.
ലവോദിക്ക സഭയെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ 7 കാലഘട്ടമായിട്ട് സഭായുഗത്തെ തിരിച്ചിട്ട് ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ ലവോദിക്യൻ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും വന്നെത്തിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നാം വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം എത്തി നിൽക്കുന്ന കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം ആത്മീകമായ ഒരു അന്തരീക്ഷത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് ലവോദിക്യൻ കാലഘട്ടം നമ്മെ വിരൽ ചൂണ്ടുന്നത്. ശീതവാനുമല്ല ഉഷ്ണമാനുമല്ലാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ക്രിസ്തുവിനെ പുറത്താക്കുന്ന, ക്രിസ്തു വെളിയിൽ നിൽക്കുന്ന, ക്രിസ്തുവിന് സ്ഥാനം കൊടുക്കാത്ത ഒരു സാഹചര്യം. എന്നാൽ ആ ലേഖനത്തിൽ എങ്ങനെയാണ്, ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുന്നു എങ്കിൽ, ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നു എങ്കിൽ, ക്രിസ്തുവില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ എത്രയോ ഭയാനകരമായ അവസ്ഥയാണ്. കണ്ണുണ്ടെങ്കിലും കാണാത്ത അവസ്ഥ, വസ്ത്രമുണ്ടെങ്കിലും നഗ്നതയുടെ അവസ്ഥ, അതുപോലെ തന്നെ എല്ലാം ഉണ്ടെന്ന് ചിന്തിക്കുന്ന സമ്പന്നതയുടെ മടിത്തട്ടിലാണെങ്കിൽ പോലും കഠിനമായ ദാരിദ്ര്യത്തിലൂടെ മുമ്പോട്ട് പോകുന്ന ആ ഒരു സാഹചര്യം. എല്ലാ മേഖലകളിലും അനിശ്ചിതാവസ്ഥയും അസന്തുഷ്ടിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ യഥാർത്ഥമായ സമ്പന്നനാകുവാൻ, യഥാർത്ഥമായ നഗ്നത മാറുവാൻ, യഥാർത്ഥമായ ദാരിദ്ര്യം മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിനെ തിരികെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സഭയിലേക്ക്, സമൂഹത്തിലേക്ക് കൊണ്ടുവരിക. യഥാർത്ഥമായ മാനസാന്തരത്തിലേക്ക് വരിക. മഹാകവി KV സൈമൺ സാർ രചിച്ചിട്ടുള്ള പരമാത്മാ ഉരചെയ്യും മൊഴിയല്ല സഭകളും ശ്രവിക്കുക. ഈ ഗാനം എക്സാറ്റി സന്തോഷ് ദൈവനാമോദത്തിനായിട്ട് ആലപിക്കും.
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമുക്ക് ശ്രവിക്കുവാനായിട്ടിടയായി തീർന്നു. ഈ ഗാനങ്ങളൊക്കെയും ദൈവനാമഹത്വത്തിനായിട്ട് മുഖാന്തരമായി തീർന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവാഞ്ചലിയോൺ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളായിട്ട്, പ്രത്യേകിച്ച് കോവിഡിൻ്റെ മഹാമാരിയുടെ സാഹചര്യത്തിലൊക്കെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി, പ്രത്യേകിച്ച് അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് ജീവിതത്തിൽ തണലും തണുപ്പുമായി തീരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായി തീർന്നു. ഇതിൻ്റെ മുന്നണിയായി പ്രവർത്തിക്കുന്ന ഏവരെയും ഞാൻ അഭിനന്ദിക്കുകയും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ചതിലേക്കുള്ള നന്ദിയെ ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. ഇതിനു മുമ്പും കടന്നു വന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേകിച്ച് പ്രിയ ഇട്ടിക്കൽ കുഞ്ഞു സഹോദരനും അതുപോലെ തന്നെ മറ്റുള്ള പ്രവർത്തകരെ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ ലൈവ് മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ പ്രത്യേകിച്ച് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ വിവിധ ബന്ധപ്പാടുകളിൽ, വിവിധ ജോലി തിരക്കുകളിൽ, ഒരുപക്ഷെ നിങ്ങൾ യാത്രയിലൊക്കെ ആയിരിക്കാം. ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് സംസാരിക്കുവാനായിട്ട്, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശിയായി ഒരു വെളിച്ചമായി തീരുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ലഘു സന്ദേശത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ആണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം, 12, 13, 14 വാക്യം. എന്നാൽ എൻ്റെ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഉണ്ടാകുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അത് ആകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രത്യേകിച്ച് ഈ വേദഭാഗം നാം വായിക്കുമ്പോൾ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ വളരെയധികം അധ്വാനിക്കുകയും വളരെയധികം പ്രവർത്തിക്കുകയും വളരെയധികം പണം ചിലവാക്കുകയും ചെയ്ത് താൻ ജ്ഞാനം സമ്പാദിക്കുവാനായിട്ടിടയായി. അതിനുവേണ്ടി ഒരുപക്ഷെ പ്രകൃതിയൊക്കെ നിരീക്ഷിച്ചു, പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു, പുസ്തകങ്ങളൊക്കെ പഠിച്ചു, മറ്റുള്ളവരുടെയൊക്കെ അനുഭവങ്ങളിൽ നിന്നൊക്കെ അനേക നിലയിലുള്ള കാര്യങ്ങൾ താൻ ഹൃദയസ്ഥമാക്കുവാനും താൻ അതൊക്കെ പുസ്തകങ്ങളാക്കി തന്നെ ശേഖരിക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ നിലയിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ തൻ്റെ ജീവിത അന്ത്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ താൻ എല്ലാം പരീക്ഷിച്ച് നിരീക്ഷിച്ച് സകലത്തിൻ്റെയും സാരം, സകലത്തിൻ്റെയും ആത്യന്തികമായ അന്തസത്ത എന്താണെന്ന് താൻ ഗ്രഹിക്കുവാനായിട്ടിടയായി തീർന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ ആത്യന്തികമായ അവസാനവും ലക്ഷ്യവും എന്താണ് എന്ന് ചിന്തിച്ചപ്പോൾ, പ്രത്യേകിച്ച് ഇവിടെ ഈ എഴുത്തുകാരൻ ഓർമ്മിപ്പിക്കുന്നത് പുസ്തകം ഓരോന്നുണ്ടാകുന്നതിന് അവസാനമില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും പുതിയ പുതിയ അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നു. കഴിഞ്ഞ നാളുകളിൽ കണ്ടുപിടിക്കപ്പെട്ട പല കാര്യങ്ങളും കാലഹരണപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിന്ന് മാറ്റപ്പെടുന്നു. ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പുതിയ പുതിയ അറിവുകളൊക്കെ വരുന്നതോടുകൂടെ പഴയ കാര്യങ്ങളൊക്കെ, അറിവുകളൊക്കെ വഴിമാറി കൊടുത്ത് ആ നിലയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നിരവധിയായി അനേക വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ
ഓരോ ദിവസങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും സാരം, ഈ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും അതുപോലെ എല്ലാറ്റിൻ്റെയും അവസാനവും സാരവും എന്താണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പുതിയ പുതിയ കോഴ്സുകൾ പഠിക്കുവാനായിട്ട് നാം ശ്രമിക്കുമ്പോൾ, പുതിയ പുതിയ പാഠശാലകളിലേക്ക് നാം കടന്നു പോകുമ്പോൾ, എന്താണ് ശരിയായ വിദ്യാഭ്യാസമെന്നും എന്താണ് ശരിയായ ജ്ഞാനമെന്നും ഏതെല്ലാം നിലയിലുള്ള ജ്ഞാനമാണ്, അറിവാണ് ഒരു യഥാർത്ഥ വിശ്വാസി, യഥാർത്ഥ ദൈവപൈതൽ സമ്പാദിക്കേണ്ടത് എന്നുള്ളത് ശരിയായ നിലയിലുള്ള ദിശാബോധത്തിലൂടെ മുന്നോട്ട് പോയില്ല എങ്കിൽ ജീവിതം നിരാശയുടെ നീർച്ചുഴിയിൽ പെട്ട് ഒരുപക്ഷെ ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെയും മറ്റു പലതിൻ്റെയും അതിപ്രസരണത്താൽ ഒരുപക്ഷെ പല കാര്യങ്ങൾ കണ്ടുപിടിച്ച് ശാസ്ത്രീയപരമായും മറ്റ് സാങ്കേതിക വിദ്യകളിലൊക്കെ മനുഷ്യൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ പല നിലയിലുള്ള പുരോഗമനങ്ങളിലേക്ക് കൈവഴിക്കുമ്പോഴും ശരിയായ ജ്ഞാനം എന്താണെന്നും ശരിയായ അറിവ് എന്താണെന്നും ശരിയായ ജ്ഞാനവും അറിവും മനുഷ്യന് ഏതെല്ലാം നിലയിൽ സമ്പാദിക്കാമെന്നുള്ള കാര്യവും മനുഷ്യൻ മറന്നു പോകരുത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ ജ്ഞാനം, അറിവ് എന്ന് പറയുമ്പോൾ ദൈവമില്ല എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹം നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തെ കൂടാതെയുള്ള പല കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞ നാളുകളിൽ കണ്ടുപിടിച്ച് മുന്നോട്ട് പോയ സാഹചര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സൃഷ്ടാവായ ദൈവത്തെ തന്നെ ത്യജിച്ച് സൃഷ്ടാവില്ല എന്നുള്ള നിലയിൽ ചിന്തിച്ച് മനുഷ്യൻ പരിണാമത്തിലൂടെയാണ് മുമ്പോട്ട് വന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുവാനായിട്ടിടയായി തീർന്നു. നിരവധിയായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലും മറ്റ് എല്ലാ മേഖലകളിലും മനുഷ്യന് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൈവരിക്കുമ്പോഴും ദൈവത്തെ കൂടാതെയുള്ള പഠനങ്ങളും ദൈവത്തെ ഒഴിച്ചു നിർത്തിയുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും പുരോഗമനങ്ങളും അത് നാശത്തിൽ നിന്ന് നാശത്തിലേക്കാണ് മനുഷ്യൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനുഷ്യൻ തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ എല്ലാവിധത്തിലുള്ള ജ്ഞാനം സമ്പാദിച്ചു എങ്കിലും ശരിയായ ജ്ഞാനം, ശരിയായ അറിവ് എന്ന് പറയുന്നത് ദൈവമാണെന്നും ദൈവത്തിങ്കലേക്കുള്ള മനുഷ്യന്റെ മടങ്ങിവരവാണെന്നും ദൈവഭക്തി എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ ബൈബിളിലൂടെയുള്ള ഒരു ഭക്തിയാണ്. ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ള ആ ഭക്തിയിലേക്ക് നാം വരുമ്പോഴാണ് ശരിയായ നിലയിലുള്ള ഭക്തിയിലേക്ക് മനുഷ്യൻ കടന്നു വരുന്നത് എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ പറയുവാനായിട്ട് തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തുവാനായിട്ടിടയായി തീർന്നു. ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്ന അവസാനം എന്നുള്ളത് ഈ ലോകത്തിൽ എല്ലാവരും പ്രായം ചെല്ലുകയും ആ നിലയിൽ ആ വാർദ്ധക്യം എന്നുള്ള സായാഹ്നത്തിലേക്ക് മനുഷ്യൻ കടന്നു വരികയും എല്ലാറ്റിൻ്റെയും സാരമെന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവത്തിങ്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരികയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ മനുഷ്യനോട് ഉത്ബോധിപ്പിക്കുവാനായിട്ടിടയായി തീർന്നു. ഒരുപക്ഷെ മറ്റ് മതങ്ങളിലേക്കൊക്കെ നാം ചെല്ലുമ്പോൾ, ഒരുപക്ഷെ മതങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, മറ്റ് മത അനുഷ്ഠാനങ്ങളിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ശരിയായ ഒരു മാർഗം എന്ന് പറയുന്നത് ബൈബിൾ എന്തു പറയുന്നുവോ, ക്രിസ്തു എന്തു പറയുന്നുവോ ആ ദൈവത്തിങ്കിലേക്ക്, ആ അറിവിലേക്ക്, ആ ഒരു ജ്ഞാനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ബൈബിൾ എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളുടെ ഒരു പുസ്തകമാണ് ബൈബിൾ. ബൈബിൾ എന്നുള്ളത് കേവലം വായിക്കുവാനോ അല്ലെങ്കിൽ വായിച്ചിട്ട് ചവറ്റുകൊട്ടയിൽ ഇടുവാനോ ഉള്ള പുസ്തകമല്ല. പിന്നെയോ ഓരോ വ്യക്തികളെയും രൂപാന്തരപ്പെടുത്തുകയും ഓരോ വ്യക്തികളെയും ദൈവത്തിങ്കിലേക്കും യഥാർത്ഥ ഭക്തിയിലേക്കും യഥാർത്ഥമായ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. അനേക പുസ്തകങ്ങൾ ഉണ്ടാകുകയും അനേക പുസ്തകങ്ങൾക്കും അനേക അറിവുകൾക്കും കാലകരണപ്പെട്ട് ഒരുപക്ഷെ അത് ഈ ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റപ്പെടാമെങ്കിലും അന്നും ഇന്നും എന്നും മനുഷ്യനോട് സംവേദിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനം
നമ്മുടെ കാലുകൾക്ക് ദീപമായി, പാതയ്ക്ക് പ്രകാശമായി, ജീവിതത്തിന്റെ അന്ധകാര നിമിഷങ്ങളിൽ വെളിച്ചമായി, മറ്റു പുസ്തകങ്ങളൊക്കെ മാറി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട്, നമ്മുടെ മാറോട് ചേർത്തണയ്ക്കുന്ന ഒന്നായി തീരണം ദൈവവചനം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മെ ദൈവത്തിലേക്ക് നയിക്കുന്നതും നമ്മളെ ദൈവികമായ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നതും യഥാർത്ഥമായ ദിശാബോധം നൽകി നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ഈ വചനത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അത് തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയത്. ഈ ദൈവത്തിന്റെ വചനം കാലുകൾക്ക് ദീപമാണ്, പാതയ്ക്ക് പ്രകാശമാണ്. ഈ ദൈവത്തിന്റെ വചനം വായിക്കുവാൻ മാത്രമല്ല, ഇത് രാപ്പകൽ ധ്യാനിക്കുവാൻ, ഈ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ വായിച്ച് ധ്യാനിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു ആശ്വാസമായി തീരുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1-2 വാക്യത്തില് നാം വായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടെ ആ പ്രവാചകനായിരിക്കുന്ന യെഹെസ്കേല് ഇങ്ങനെ ചെയ്യുകയുണ്ടായി. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം, പ്രത്യേകിച്ച് ആ ചുരുള്, ദൈവവചനത്തിന്റെ ചുരുള് താൻ എടുത്ത് അത് താൻ ഭക്ഷിക്കുവാനായിട്ടിടയായിത്തീർന്നു. അത് തിന്നു എന്നാണ് 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ ഭാഗത്ത് പറയുന്നത്. അങ്ങനെ ആ ദൈവവചനം താൻ ഭക്ഷിച്ചപ്പോൾ അവിടെ പറയുന്നത്, പ്രവാചകനോട് ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നിന്റെ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിക്കുന്നു. അങ്ങനെ ഈ യെഹെസ്കേൽ പ്രവാചകൻ ആ ദൈവത്തിന്റെ വചനം ഭക്ഷിക്കുവാനായിട്ട്, തിന്നുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ ദൈവവചനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് അവിടെ പറയുന്നത് അത് തേൻ പോലെ മാധുര്യമുള്ളതായിരുന്നു എന്നുള്ളതാണ്. 119-ാം സങ്കീർത്തനത്തിലും നാം വായിക്കുന്നുണ്ട്, നിന്റെ വചനം എത്രയോ മാധുര്യമുള്ളതാണ്, നിന്റെ വചനം അത് തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണ് ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം. 119-ാം സങ്കീർത്തനം അതിന്റെ 103-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 103-ാമത്തെ വാക്യത്തിൽ തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണ്. യെഹെസ്കേൽ പ്രവാചകൻ ആ ദൈവത്തിന്റെ വചനം ആകുന്ന ചുരുൾ ഭക്ഷിച്ചപ്പോൾ, വയറിനെ അത് നിറച്ചപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അത് തേനിനേക്കാൾ, അത് തേൻ പോലെ മധുര്യമായിരുന്നു. എന്നാൽ അതേ അധ്യായത്തിൽ താഴോട്ട് കടന്നു വരുമ്പോൾ പിന്നീട് അത് കയ്പായി തീർന്നു എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും ദൈവത്തിന്റെ വചനം അത് തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണ്. പലപ്പോഴും നമുക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷകരമാണ്. എങ്കിൽ തന്നെയും നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകളെയും കുറവുകളെയും കണ്ട് മനസ്സിലാക്കി ശരിയായ നിലയിലുള്ള ഒരു ശസ്ത്രക്രിയയിലൂടെ നമ്മുടെ തെറ്റുകളെ, കുറ്റങ്ങളെ, നമ്മുടെ കുറവുകളെ ഒക്കെ ബോധ്യപ്പെടുത്തുന്നതും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, ഇത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അതുപോലെ തന്നെ തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്, എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസനീയമായിട്ടുള്ളതാണ്, അത് ശാസനത്തിനുള്ളതാണ്, ഗുണീകരണത്തിനുള്ളതാണ്, പ്രബോധനത്തിനുള്ളതാണ്, നീതിയിലെ അഭ്യസനത്തിന് വേണ്ടിയുള്ളതാണ്. ഇത് ബാല്യം മുതലേ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിമോത്തിയോസിന്റെ ലേഖനം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം തേനിനേക്കാൾ, തേൻകട്ടയേക്കാൾ മാധുര്യമേറിയതാണെങ്കിലും നമ്മുടെ കുറവുകളെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ പോരായ്മകളെ ഒക്കെ കാണിച്ച് നമ്മളെ ഒരു പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ഈ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന് കഴിയുമെന്നുള്ളതാണ് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൂടാതെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് തന്റെ സുവിശേഷ രണാങ്കണത്തിൽ അധ്വാനിച്ച് താൻ പ്രവർത്തനങ്ങളൊക്കെ നടത്തി എഫെസോസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കടന്നു വരുവാനായിട്ടിടയായി. ആ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ സുവിശേഷത്തിന്റെ ശക്തിയാൽ, ദൈവവചനത്തിന്റെ ശക്തിയാൽ, ഈ പുസ്തകത്തിന്റെ ശക്തിയാൽ, ഈ ഹോളി ബൈബിളിന്റെ ശക്തിയാൽ അവിടെ പാർത്ത ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അവര് ചില ക്ഷുദ്ര പ്രയോഗങ്ങളും അതുപോലെ തന്നെ ചില മന്ത്രങ്ങളും തന്ത്രങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അവര് ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയവരാണ്. എന്നാൽ യഥാർത്ഥമായ സുവിശേഷം, യഥാർത്ഥമായ ദൈവത്തിന്റെ വചനം അവിടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ
അവിടെ ഹൃദയത്തിൽ ശരിയായ രൂപാന്തരം സംഭവിച്ചപ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് വലിയ വിലയുള്ള പുസ്തകങ്ങൾ ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് അന്തമില്ല. പണം ഉണ്ടാക്കുവാൻ, അവരുടെ പേര് വളർത്തുവാൻ പല നിലയിലുള്ള മാർഗങ്ങളിലൂടെ അവർ പുസ്തകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇവിടെ ക്ഷുദ്രപ്രയോഗങ്ങളും മറ്റ് മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്തവരുടെ പുസ്തകങ്ങളെ അവർ കൊണ്ടുവന്ന് ആ പുസ്തകങ്ങളൊക്കെ കത്തിച്ചു കളയുവാനായിട്ടിടയായിത്തീർന്നു. ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് വലിയ ശക്തിയാണ്. സുവിശേഷത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് വലിയ ശക്തിയാണ്. മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ശക്തിയാണ് ദൈവവചനത്തിന്റെ ശക്തി. എഫെസോസിലുള്ള വിശ്വാസികളുടെ ജീവിതത്തെ ശരിയായ രൂപാന്തരത്തിലേക്കും അവർ ഫോളോ ചെയ്തു വന്ന, പ്രാക്ടീസ് ചെയ്തു വന്ന ശുദ്ര പ്രയോഗങ്ങളും മറ്റ് കാര്യങ്ങളെയൊക്കെ അവർ വിട്ടുപോകുവാനും അത് പൂർണ്ണമായി ഉപേക്ഷിക്കത്തക്ക നിലയിൽ അവയെ കത്തിച്ചു കളയുവാനും ഇടയായി തീർന്നു. ആ നിലയിൽ ദൈവത്തിന്റെ വചനം വളരെ പ്രബലപ്പെടുവാനും പരക്കുവാനും ഇടയായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ചില പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ നാം കത്തിച്ചു കളയുവാനുള്ള പുസ്തകങ്ങളാണ്. നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയോ കടന്നുകൂടിയ പുസ്തകങ്ങളുണ്ട്. ഒരുപക്ഷെ ദുരാത്മാക്കളെ കുറിച്ചുള്ള പഠനമുള്ള പുസ്തകമായിരിക്കാം. അത് പ്രാക്ടീസ് ചെയ്യുന്ന ക്ഷുദ്ര പ്രയോഗങ്ങളൊക്കെ ചെയ്യുന്ന പുസ്തകങ്ങളാകാം. ഒരുപക്ഷെ നമ്മളെ തന്നെ അടിമപ്പെടുത്തുന്ന പാപ സ്വഭാവത്തിലേക്കും പാപത്തിന്റെ അടിമത്തിലേക്കും നയിക്കുന്ന പല നിലയിലുള്ള പുസ്തകങ്ങളായിരിക്കാം. വിവിധ നിലകളിലുള്ള ആകർഷണങ്ങളൊക്കെ നൽകി വിവിധ നിലകളിലുള്ള പേരുകളൊക്കെ കൊടുത്തുകൊണ്ടുള്ള പുസ്തകങ്ങളായിരിക്കാം. എന്നാൽ അതിന്റെ വിലയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ ഉപേക്ഷിക്കേണ്ട പുസ്തകങ്ങളെ, നശിപ്പിക്കേണ്ട പുസ്തകങ്ങളെ, തീയിട്ട് നശിപ്പിക്കേണ്ട പുസ്തകങ്ങളെ തീയിട്ട് തന്നെ നശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ അവിടെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പരക്കുവാനായിട്ടിടയായിത്തീർന്നു. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ മറ്റൊരു പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്, ഒരു സ്മരണ പുസ്തകത്തെ കുറിച്ച് പറയുന്നുണ്ട്. യഹോവ ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, യഹോവ ശ്രദ്ധ വെച്ചു കേട്ടു. ഒരുപക്ഷെ അവിടെ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ നാം ദൈവനാമത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ദൈവത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവം മറന്നുപോകുമെന്നും ദൈവം ഓർക്കുകയില്ല എന്നും ഒരുപക്ഷെ ചിന്തിച്ച് ഇനി ദൈവത്തിനു വേണ്ടിയും ആത്മീയ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ ചെയ്യണ്ട എന്ന് ചിന്തിച്ച് അലസരായി മുന്നോട്ട് പോകുമ്പോൾ മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ മലാക്കി പ്രവാചകൻ പറയുകയാണ്, ദൈവം ദൈവസന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാം ദൈവനാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, നാം ദൈവനാമകത്വത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങൾ, നാം ദൈവനാമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം മറന്നു കളയാതെ ദൈവം നമ്മെ ഓർക്കുകയും നമുക്ക് വേണ്ടി പ്രതിഫലം നൽകുന്ന വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യം. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 12-ാം അധ്യായത്തിലും മറ്റൊരു പുസ്തകത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തില് നാം വായിക്കുന്നുണ്ട്, ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തനും ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തിക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അവിടെ നമുക്കൊരു പുസ്തകത്തെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ന്യായവിധിയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ 1000 ആണ്ട് കാലഘട്ടത്തിന് ശേഷമായിട്ട്, 1000 ആണ്ട് വാഴ്ചയുടെ കാലഘട്ടത്തിന് ശേഷമായിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ ന്യായം വിധിക്കുവാനായിട്ട് പോവുകയാണ്. മരിച്ചവർ ആബാലവൃദ്ധം ആ വെള്ള സിംഹാസനത്തിന്റെ മുമ്പിൽ വരികയും മനുഷ്യന്റെ പ്രവൃത്തിക്ക് അനുസരിച്ച ഒരു ന്യായവിധിയും ആ ന്യായവിധിക്ക് ഒരു പുസ്തകവും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കും. എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതമേ, ഇവിടെ സഭാപ്രസംഗിയിൽ നമ്മെ ഓർമ്മിപ്പിച്ചതുപോലെ സകല വിധമായ പ്രവൃത്തികളും ദൈവം ആ ന്യായവിധിയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ആ ഒരു ഭയം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആകയാൽ ദൈവത്തെ ഭയപ്പെട്ട് നമ്മുടെ പ്രവൃത്തികളെ നമുക്ക് ശോധന ചെയ്ത്
നമ്മുടെ ക്രിസ്തീയ ജീവിതം, നമ്മുടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി എന്തിനായി കരുതാൻ നാളെയെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട നാളെയെ നനച്ചു നടുങ്ങേണ്ട ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട കാലമെല്ലാമുള്ള മനുവേലൻ കരുതാതെ കൈവിടുമോ ആ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി മനമേ ചഞ്ചലമെന്തിനായി
വരുവാൻ കാലമടുത്തല്ലോ. അവൻ ഒരുക്കിയ വീട്ടിൽ നാം ചേർന്നിടുവാൻ ഒരു നാളും ഇനി പിരിയാതെ വരുവും നാം ആനന്ദമായി. ആ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. ആ മനമേ ചഞ്ചലമെന്തിനായി കരുതാൻ വല്ലഭനില്ലയോ ജയവീരനായി. ആ മനമേ ചഞ്ചലം എന്തിനായി. നാം ഇത്രയും സമയം അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രവിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നണിയിലും അതുപോലെ തന്നെ മുന്നണിയിലും പ്രവർത്തിച്ച ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഹൃദയംഗമായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഗാനങ്ങൾ ആലപിച്ചത് സുവിശേഷകൻ സന്തോഷ് മാത്യു കൊട്ടാരക്കര, അതുപോലെ തന്നെ മകൾ അക്സാറ്റി സന്തോഷ്, അതുപോലെ തന്നെ സുവിശേഷകൻ ഈട്ടിക്കൽ കുഞ്ഞുമോൻ സഹോദരൻ, അതുപോലെ തന്നെ കീബോർഡ് പ്ലേ ചെയ്ത സുജിത് സുനിൽ സഹോദരനും, അതുപോലെ തന്നെ വീഡിയോ റെക്കോർഡിംഗ് നടത്തിയ സുനിൽ സഹോദരനുമുള്ള വളരെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ആദ്യോടന്തം ഞങ്ങളെ ശ്രവിച്ച, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ വചനം മാറ്റമില്ലാത്ത ശ്രവിച്ച എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. തുടർന്നും ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ ഈ കാര്യങ്ങൾ ഇനി എല്ലാ പ്രോഗ്രാമുകളും വീക്ഷിക്കണമേ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിച്ച് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഇങ്ങനെ ഈ കർത്താവെ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെയും യൂട്യൂബ് ലൈവിലൂടെയും ഇവാഞ്ചലിയൻ മിനിസ്ട്രീസിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തുകൂടുവാനായിട്ടിടയായി തീർന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാനായിട്ടിടയായി തീർന്നു. അതൊക്കെയും അങ്ങയുടെ നാമഹത്വത്തിനായി തീരുവാൻ ഞങ്ങൾക്കിടയാക്കി തീർത്തതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ലക്ഷ്യം എന്താണ്? അത് ദൈവനാമഹത്വമാണെന്ന് ഞങ്ങൾക്ക് ഓർക്കുവാനായിട്ടിടയായി തീർന്നു. ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി തീർന്നു. പുസ്തകങ്ങൾ ഉണ്ടാകുന്നതിന് അവസരമില്ല, എന്നാൽ ഞങ്ങൾക്ക് യഥാർത്ഥമായ ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, ആ ദൈവത്തിൻ്റെ വചനത്തെ ഞങ്ങൾ പരിശോധിക്കുവാൻ, അതുപോലെ തന്നെ ആ വചനം കർത്താവെ ഞങ്ങൾക്ക് മധുരമായിരിക്കാനായിട്ട്, അതുപോലെ തന്നെ ആ വചനം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിയുന്ന വചനമായി തീരുവാൻ ഇവിടെയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ന്യായവിധിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ന്യായവിധിയിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടെ നിൽക്കുവാനായിട്ടുള്ള കൃപ ദൈവം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കടന്നു വന്ന് സഹകരിച്ച എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഗാനങ്ങൾ ആലപിച്ചവരെ, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തവരെ, അതുപോലെ തന്നെ ക്യാമറയിൽ ഓപ്പറേറ്റ് ചെയ്തവരെ, കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ച് ഇതിൻ്റെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള പ്രിയ ഈട്ടിക്കൽ കുഞ്ഞു സഹോദരനെ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയുടേതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടും കരുണയോടും പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും കാവലും എല്ലാ നാളും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലെ ഇന്ന് കടന്നു വന്ന് ഈ പ്രോഗ്രാം സംബന്ധിച്ചിട്ടുള്ള ഇത് വീക്ഷിച്ചിട്ടുള്ള എല്ലാവരുടെ മേലും ഇപ്പോഴും കർത്താവിൻ്റെ വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.